ഞങ്ങൾ എന്നും കൂടി കാണുന്നവരല്ലേ. ഇത് പ്രഖ്യാപനം പറഞ്ഞ ആദ്യമായിട്ടോ സത്യമാണ്. ഞങ്ങളെന്നും കൂടി കാണുന്നവരാണ്. രണ്ടുപേരും മുഖ്യമന്ത്രി ആരാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ചർച്ചകളും തർക്ക വിതർക്കങ്ങളൊക്കെ ആയിരുന്നു. ആ ചർച്ചകൾക്കൊക്കെ ഇനി എന്ത് പ്രസക്തിയാണ്? ഞാൻ ഇന്നലെയും മിഞ്ഞാന്നും വളരെ ക്ലിയർ ആയിട്ട് കാറ്റഗറിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്ന് തൊട്ടു നോക്കി ഒന്ന് തൊട്ടാൽ കോൺഗ്രസിന്റെ ദുഃഖമാണ് വരിക. അപ്പോൾ കോൺഗ്രസ്സാണ് ഞങ്ങൾക്കെല്ലാം, പാർട്ടിയാണ് എല്ലാം. പാർട്ടി തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി തീരുമാനത്തിന് പേരിൽ ഉറച്ചു നിന്ന് പോരാടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവരെയും സാധാരണക്കാരനെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ഒരു ദൗത്യമാണ് ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലേക്ക് വന്നിരിക്കുന്നത്. അത് അദ്ദേഹം നിർവഹിക്കുമ്പോൾ പൂർണ്ണ പിന്തുണ ഒരു കോൺഗ്രസ്സുകാരനായി നിന്ന് നൽകുക എന്ന ഉത്തരവാദിത്വമായിരിക്കും ഞാൻ നിർവഹിക്കാൻ. രണ്ടുപേരും ദീർഘകാലമായി ബന്ധമുള്ളവരാണ്. അപ്പോൾ പക്ഷേ രണ്ട് പേരുകളെ ചൊല്ലി ഇങ്ങനെ ഒരു തർക്കം തെരുവിലൊക്കെ ഞങ്ങളെ പഴയ ബന്ധങ്ങൾ തിരഞ്ഞു നോക്കിയാൽ അറിയാം. ഞങ്ങൾ ഇടയ്ക്ക് യാത്ര ചെയ്യുന്നവരെ, ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരെ, അങ്ങനെ ബാല്യകാല സൗഹൃദങ്ങളുള്ള നല്ല രാഷ്ട്രീയത്തിൽ, ബാല്യകാല കൊച്ചുനാളിലല്ല, രാഷ്ട്രീയത്തിൽ വരാൻ തുടങ്ങിയ കാലം തൊട്ട്. അപ്പോൾ ഇതൊക്കെ നടക്കും. പാർട്ടി എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്നൊരു കണ്ണിയാണ്. എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു കണ്ണിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദാറ്റ്സ് ഓൾ. അല്ല, അതില്ല, മുതിർന്ന പാർട്ടി നേതാക്കളുമായിട്ട് എല്ലാവരായിട്ടും ചർച്ച ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ ഞങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനവും ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് പ്രസിഡന്റിന്റെയും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുടെയും അംഗീകാരം വാങ്ങിച്ചു തരേണ്ട ആൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം വഴിയാണ് ഈ പേപ്പറെല്ലാം, ഈ അപ്രൂവലിന് വേണ്ടിയുള്ള പേപ്പറെല്ലാം പോകുന്നത്. അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കോൺഗ്രസിൽ നടന്നില്ല. നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ കുറച്ച് ആളുകൾ, എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല, കുറേ നാളുകളായിട്ട് ഏതാണ്ട് ശത്രുക്കളെ പോലെയുള്ള ആളുകളായിട്ടാണ് ഞങ്ങളൊക്കെ പെരുമാറിയത്. ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ഉയർന്ന സ്ഥാനത്ത്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ സംഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഒരേ കോളേജിൽ പഠിച്ച് ഒരേ സൗഹൃദം പങ്കിട്ട് ഞങ്ങൾ AK ആന്റണി മന്ത്രിസഭ ഉള്ള കാലത്ത് ഞങ്ങളെ കാണുമ്പോൾ തന്നെ AK ആന്റണി പറയും, വലിയ കൂട്ടുകാർ വരുന്നെന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ച് ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ആളുകളല്ല. ഒരുമിച്ച് യാത്ര ചെയ്യുന്നുള്ളതിന് ഇത് വേണ്ടേ, ഒരു ബന്ധം വേണ്ടേ ഒരുമിച്ച് യാത്ര ചെയ്യാൻ? ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്ത് രണ്ടാമത് ആരെങ്കിലും പോവുമോ? അത്രയും ആത്മബന്ധം ഞങ്ങളെല്ലാവരും തമ്മിൽ ഉണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലാണ് പല അവസരങ്ങളും പല രീതിയിലും പല തരത്തിലും വരും. അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയിലും ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. കേന്ദ്രമന്ത്രിയായും സംസ്ഥാന മന്ത്രിയായും ഇരുന്ന് കോൺഗ്രസിൻ്റെ അകത്ത് ഇന്ന് ഒരാൾക്ക് ആകാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുള്ളൂ. കേരളത്തിലെ സംഘടനാപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ മന്ത്രിസഭാ രൂപീകരണം, അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങൾ ചെയ്യല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വിഷയവും തർക്കത്തിലില്ല. ഞങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റായി ഇരുന്നാൽ തീരാത്ത ഒരു വിഷയം ഇതിൻ്റെ അകത്തില്ല. അദ്ദേഹം പറയുന്നത് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കും അതായിരിക്കും കറക്റ്റ് എന്ന് പറയും. എനിക്കെന്തെങ്കിലും തെറ്റിയാൽ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്ത് ആർക്കെങ്കിലും വേണ്ടി വാശി പിടിക്കുകയോ ആരെയും വെക്കരുതെന്ന് വാശി പിടിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെയൊന്നും അത്ര ഇതായിട്ട് കാണല്ലേ, അത്ര മോശമായിട്ട് കാണല്ലേ. അതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടി നേതൃത്വം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനുണ്ട്, UDFനുണ്ട്. നല്ല കൂടിയാലോചനകൾ. നിങ്ങളൊന്നും വിചാരിച്ചില്ലല്ലോ ഈ തിങ്കളാഴ്ച ഈ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന്. എത്ര വേഗത്തിലാണ് UDFലെ ചർച്ചകൾ നടക്കുന്നത്, എത്ര വേഗത്തിലാണ് കോൺഗ്രസിൻ്റെ ചർച്ചകൾ നടക്കുന്നത്. നാളെ ഉച്ച കഴിയുമ്പോഴേക്കും ഗവർണർക്ക് കൊണ്ടുപോയി ലിസ്റ്റ് സമർപ്പിക്കും. CPMന് പോലും പറ്റിയിട്ടില്ല, കേരളത്തിൽ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അതാണ്. അപ്പം ഇനി അതിൽ നിന്നൊക്കെ ഫോക്കസ് മാറ്റി നിങ്ങൾ കേരളത്തെക്കുറിച്ചൊരു ഫോക്കസ് ആക്കി, കേരളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, വിവിധ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഫോക്കസ് ആക്കി. ഇതിലൊന്നും ഇനി ഒരു റെലവൻസും ഇല്ല. ഞാൻ പറഞ്ഞത് അഭിമാനമാണ് എനിക്കുള്ളത്. ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് നടന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എത്രയോ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ, മന്ത്രിമാരെ തീരുമാനിക്കാൻ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഇതിൻ്റെ അകത്തൊക്കെ വളരെ അനാവശ്യമായ ഒരു ഇടപെടലും നടത്താതെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ച് നിന്ന ഒരാളാണ്.
അത് എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ലിസ്റ്റിന്റെ പൂർണ്ണമായ പ്രഖ്യാപനം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തിന് മുമ്പ് കൊടുക്കണ്ടേ ലിസ്റ്റ്, ഗവർണർക്ക് കൊടുക്കണ്ടേ. അതിനു മുമ്പ് വേറെ ആരോടും പറയില്ല, നിങ്ങളോട് മാത്രം പറയും. അതൊക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മതി, അത് ടെൻഷൻ വേണ്ട, നിങ്ങളൊരു ടെൻഷൻ എടുക്കണ്ട. അതൊക്കെ ഒരു പ്രശ്നമില്ല, അത് 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 മനസ്സിലാക്കിക്കോ, ഒരു പ്രശ്നമില്ല. അതായത് അങ്ങനെ ഒരു പല കാര്യങ്ങളും മറ്റുള്ള അല്ലാതൊരു വാശിയുടെയോ പ്രതികാരത്തിന്റെയോ അങ്ങനത്തെ ഒഴിവാക്കലിന്റെയോ ഒന്നും ഒരു വിഷയമില്ല അതിൻ്റെ അകത്ത്. നിങ്ങൾ ഒരു ഇല്ല. അല്ല, അതൊക്കെ കുടുംബത്തിലുണ്ടാകണ പോലെ വീട്ടിലുണ്ടാകാറില്ല ഇടയ്ക്ക്, നമ്മുടെ വീട്ടിൽ അത്രയല്ലേ, അത് തന്നെ, അത്രയും അതുപോലില്ല. ഓക്കെ, താങ്ക് യു.